സാധാരണ വിശ്വാസികൾക്ക് ഈ ബാഹുബലി 1 മാത്രമേ അറിയുള്ളൂ. ബാഹുബലി 2 അറിയില്ല. ഈ ബാഹുബലി 2 കൂടി പഠിക്കുമ്പോഴാണ് നിങ്ങൾ ഒന്നുകിൽ എക്സ് മുസ്ലിം ആവുന്നത്, അതല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നത്. ബാഹുബലി 1 മാത്രമേ അറിയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാട്ടൊക്കെ പാടി, സിനിമയൊക്കെ കണ്ട്, ഒപ്പനയൊക്കെ കളിച്ച്, ഇതേപോലെ ചീരണിയൊക്കെ തിന്ന്, പോത്ത് ബിരിയാണി മൂക്കുമുട്ട തിന്ന്, ഏമ്പൊക്കം വിട്ട് ഇങ്ങനെ നടക്കും. ഇടയ്ക്ക് 2 സ്മോളൊക്കെ അടിച്ച്, ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഓണം ഉണ്ണും, നിങ്ങൾ ക്രിസ്മസിന് കേക്ക് മുറിക്കും, വിഷുവിന് പടക്കം പൊട്ടിക്കും, എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾ ബാഹുബലി 2 അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓണത്തിന് സദ്യ ഉണ്ണില്ല, നിങ്ങൾ ക്രിസ്മസിന് കേക്ക് മുറിക്കില്ല, നിങ്ങൾ അങ്ങനെ പല പല സാധനങ്ങളും നിങ്ങൾ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കുന്ന തരത്തിലുള്ള അധ്യാപനങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് എത്തുന്ന കാര്യമാണ് അമുസ്ലിങ്ങളെ നിങ്ങൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളത്, കാഫിറുകളെ എങ്ങനെ നിങ്ങൾ കാണണം എന്നുള്ളത് സംബന്ധിച്ചിട്ട്. അവിടെയാണ് ഈ ഡെമോക്രസി